ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിൽ മെഗാ തിരുവാതിര അരങ്ങേറി. സോഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സോഹാറുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ തിരുവാതിര ഇന്നലെ സല്ലാനിലുള്ള അൽത്തരി ഫുട്ബോൾ ഗ്രൗണ്ടിൽ അരങ്ങേറി. ഒമാനിൽ ആദ്യമായി 400ഓളം കലാകാരികൾ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ഇത്. പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലായിരുന്നു പരിപാടി. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള 400ഓളം നർത്തകിമാർ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ നൃത്ത പരിപാടിയായി റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മലയാളി സംഘം വിമൻസ് കോർഡിനേറ്റർ ജ്യോതി മുരളി അറിയിച്ചു. തിരുവാതിരകളി തനിമ ചോരാതെ മെഗാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. മാസങ്ങളായി പരിശീലനത്തിൽ തുടരുന്ന കലാകാരികൾ ഈ വലിയ നൃത്തോത്സവത്തിൽ ഭാഗമാകാൻ ആവേശത്തോടെയായിരുന്നു കാത്തിരുന്നത്. 6 മണിക്ക് ആരംഭിച്ച പരിപാടി 11:30 വരെ നീണ്ടു നിന്നു. വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ഇതിനോടൊപ്പം അരങ്ങേറി. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഏപ്രിൽ 19 നടത്താനിരുന്ന ഈ മെഗാ തിരുവാതിര ബാത്തിന മേഖലയിലെ അസ്ഥിര കാലാവസ്ഥ കാരണം മെയ് 4 മാറ്റുകയായിരുന്നു. പ്രവേശനം സൗജന്യമായിരുന്നു. പഴം പച്ചക്കറി മൊത്ത വിതരണ കേന്ദ്രം ജൂൺ 29 മുതൽ ഗസായിൻ സിറ്റിയിൽ. ബർക്കയിലെ ഗസായിൻ സിറ്റിയിൽ പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് ജൂൺ 29 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മസ്കറ്റ് നഗരസഭ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. ഇതോടെ മവേല മാർക്കറ്റ് എന്നേക്കുമായി അടയ്ക്കും. ഗസായിൻ സിറ്റിയിലെ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, വെയർ ഹൗസുകൾ, ഡ്രൈ സ്റ്റോറുകൾ, മറ്റ് കടകൾ തുടങ്ങിയ യൂണിറ്റുകൾ ഇന്നു മുതൽ മാറിത്തുടങ്ങും. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ സാങ്കേതിക പ്രവൃത്തികളും മറ്റ് കച്ചവടക്കാർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഗസായിൻ സിറ്റിയിലെ ഹോൾസെയിൽ മാർക്കറ്റ്, കോൾഡ് സ്റ്റോർ, സെൻട്രൽ കോൾഡ് സ്റ്റോറേജ്, ഒനിയൻ ഷെഡ്, പൊട്ടറ്റോ ഷെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവ ജൂൺ 9 കച്ചവടക്കാർക്ക് കൈമാറും. ജൂൺ 22 വൺ സ്റ്റോപ്പ് പരിശോധനാ സംവിധാനവും ആരംഭിക്കും. അതേസമയം ജൂൺ 29 ശേഷം മവേല സെൻട്രൽ മാർക്കറ്റിലെ മുഴുവൻ വാണിജ്യ ഇടപാടുകളും നിരോധിച്ചതായും നഗരസഭ ഉത്തരവിൽ വ്യക്തമാക്കി. സ്ക്വയ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനൊപ്പം കയറ്റുമതി കേന്ദ്രമായി കൂടിയാണ് ഗസായിൻ മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. സിറ്റിയിലെ പ്രാഥമിക ട്രയൽ പരിശോധനകൾ ഉടൻ ആരംഭിക്കുമെന്നും നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗമായി ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എക്കണോമിക് സിറ്റിയുടെ വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റി സംവിധാനം മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സീപോർട്ട്, എയർപോർട്ട്, സമീപ മാർക്കറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്താം. വിശാലമായ ട്രക്ക്, കാർ പാർക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, വെയർ ഹൗസ്, കസ്റ്റംസ്, കാർഷിക ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ഇതോടനുബന്ധിച്ച് ഗസായിനിൽ തന്നെ ഫുഡ് സിറ്റിയും വരുന്നുണ്ട്. 10 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിക്കുന്നത്. ഭക്ഷ്യ പാക്കേജിംഗ്, വിതരണം, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഫുഡ് ഇൻഡസ്ട്രി സോൺ ഇവിടെ ഉണ്ടാകും. ഒമാനിലെ ഏറ്റവും വലിയ ഫുഡ് ഹബ് ആകുന്ന ഫുഡ് സിറ്റിയുടെ മൊത്തം നിക്ഷേപം 40 ദശലക്ഷം ഒമാനി റിയാലാണ്. സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ പിന്തുണയേകുന്നതാണിത്. വിവിധ പച്ചക്കറികളും പഴങ്ങളും ശീതീകരിച്ചും ഉണക്കിയും സൂക്ഷിക്കാനുള്ള വിശാല സൗകര്യം സെൻട്രൽ മാർക്കറ്റിലുണ്ട്. ഭക്ഷ്യമേഖലയെ പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിലൂടെ സാധിക്കും. മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനുള്ള അന്താരാഷ്ട്ര കേന്ദ്രമായി ഇത് മാറുമെന്നുമാണ് പ്രതീക്ഷ. ഒമാനിലെ വിമാനയാത്രക്കാരിൽ കൂടുതൽ ഇന്ത്യക്കാർ. ഒമാനിലെ 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെയും യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയർന്നതായി ദേശീയ സ്ഥിതി വിവര കേന്ദ്രം കണക്കുകൾ. ഈ വർഷം മാർച്ച് അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം യാത്രക്കാരിൽ 16.8% വർധനവാണ് ഉണ്ടായത്. 32,87,015 നിന്ന് 38,40,354 ഉയർന്നു. മസ്കറ്റ് വിമാനത്താവളം വഴി യാത്ര ജനുവരി മാർച്ച് കാലയളവിൽ സഞ്ചരിച്ചത് 34,82,225 പേരാണ്. 25,204 വിമാനങ്ങൾ മസ്കറ്റ് വിമാനത്താവളത്തിലെത്തി. 13.8% വർധനമാണ് വിമാന സർവീസുകളിൽ ഉണ്ടായത്. അതേസമയം മസ്കറ്റിലെ വിമാനയാത്രികരിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 79,810 പേർ ഇന്ത്യയിൽ നിന്ന് മസ്കറ്റിലെത്തിയപ്പോൾ 77,646 പേർ മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു. സലാല വിമാനത്താവളത്തിലും യാത്രക്കാരിൽ വലിയ വർധനവുണ്ടായി. 3,25,035 യാത്രക്കാരാണ് സലാലയിലെത്തിയത്. 2,288 വിമാനങ്ങൾ സർവീസ് നടത്തി.
സുഹാർ വിമാനത്താവളം വഴി 1,74,062 മുക്കം വിമാനത്താവളം വഴി 1,55,032 ആളുകൾ യാത്ര ചെയ്തതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം വ്യക്തമാക്കുന്നു. ആടുജീവിതം സിനിമ ചിത്രീകരണം ഒമാനിൽ നടക്കാതെ പോയത് മലയാളികളായ ചിലരുടെ നിക്ഷിപ്ത താൽപ്പര്യം മൂലമെന്ന് ബ്ലസി. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണം ഒമാനിൽ നടക്കാതെ പോയത് മലയാളികളായ ചില ആളുകളുടെ നിക്ഷിപ്ത താൽപ്പര്യം മൂലമാണെന്ന് സംവിധായകൻ ബ്ലസി. സിനിമാ പ്രദർശനത്തിന് അനുമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതായും സിനിമയ്ക്ക് ആധാരമായ പുസ്തകം നിരോധിച്ചതാണെന്ന് പ്രചരണം നടത്തിയതായും ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ബ്ലസി പറഞ്ഞു. ഓരോ രാജ്യത്തെയും സെൻസർ ബോർഡുകളുടെ തീരുമാനം വ്യത്യസ്തമായിരിക്കും. സെൻസർ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഒമാനിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പ്രദർശിപ്പിക്കുന്നത്. നിലവിൽ സൗദിയിലും കുവൈറ്റിലും ഒഴിച്ച് GCCയിൽ എല്ലായിടത്തും പ്രദർശനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മറ്റിടങ്ങളിൽ കൂടി ഉടൻ സിനിമ റിലീസ് ചെയ്യുമെന്നും ബ്ലസി പറഞ്ഞു. സിനിമയെ ഓസ്കാറുമായി ചേർത്ത് വെച്ച് പ്രേക്ഷകർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അതിലേക്കുള്ള പാതയ്ക്ക് സാമ്പത്തിക ചെലവേറെയാണ്. ഓസ്കാർ നൽകുകയല്ല, വാങ്ങിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടാറുള്ളതെന്നും ബ്ലസി ഓസ്കാർ സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. സിനിമാ ചിത്രീകരണത്തിനുള്ള പ്രധാന ലൊക്കേഷനായ മരുഭൂമിയെയും അർബാബിൻ്റെ വേഷം ചെയ്യുന്ന ആളെയും കുറിച്ചായിരുന്നു ഏറെ ചർച്ചകളും അന്വേഷണങ്ങളും നടന്നത്. സിനിമയുടെ ലൊക്കേഷനായി ആദ്യം തീരുമാനിച്ചത് ഒമാനായിരുന്നു. അതിനായി പല സ്ഥലങ്ങളും കണ്ടെത്തുകയും അനുമതിക്ക് അപേക്ഷിച്ച് കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ ഒമാനിലെ മലയാളി സമൂഹത്തിൽ നിന്നുള്ള ചില ആളുകളുടെ അനാവശ്യമായ ഇടപെടലുകൾ മൂലം അത് മുടങ്ങുകയായിരുന്നു. അർബാബിൻ്റെ വേഷം ചെയ്ത ഒമാനി കലാകാരൻ ഡോക്ടർ താലിബ് അൽ ബലൂഷി മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മലയാള സിനിമയിലെ തിലകനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം. നോവലിലെ നജീബും സിനിമയിലെ നജീബ് രണ്ടും വ്യത്യാസമുണ്ട്. മൂലകഥ അടിസ്ഥാനമാക്കി ഞാൻ രൂപപ്പെടുത്തിയതാണ് സിനിമയിലെ നജീബ്. അതുകൊണ്ട് മറ്റ് വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും ബ്ലസി പറഞ്ഞു. ഒമാനി കലാകാരൻ താലിബ് അൽ ബലൂഷി, ഹക്കീമായി അഭിനയിച്ച ഗോകുൽ, ഗായകൻ ജിതിൻ രാജ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒമാനിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടുകൾ. രാജ്യത്ത് തുടർച്ചയായി മഴ ലഭിക്കുമ്പോഴും താപനില ഉയരുന്നു. വടക്കൻ ഗവർണറേറ്റുകളിൽ ദോഭാറിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചു. എന്നാൽ മഴ പെയ്ത പ്രദേശങ്ങളിൽ താപനില ഉയർന്ന നിലയിൽ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ രാജ്യത്ത് അന്തരീക്ഷ ഊഷ്മാവ് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ. സൂറിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് 39.7 ഡിഗ്രി സെൽഷ്യസ്, അമിറാത്ത് 39.4 ഡിഗ്രി, ബർക്ക 39.2 ഡിഗ്രി, ബൗഷർ 39.2 ഡിഗ്രി, അൽക്കാമിൽ അൽവാഹി 38.6 ഡിഗ്രി, റുസ്താക്ക് 38.2 ഡിഗ്രി, ജലാൻബനി ബുവലി 38.1 എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ അന്തരീക്ഷ ഊഷ്മാവ്. അതേസമയം ഒമാനിൽ വരുന്ന ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റം പ്രകടമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാകും അനുഭവപ്പെടുക. മെയ് അവസാനത്തോടെ താപനില ശക്തമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. സമീപ വർഷങ്ങളിലെ ഏറ്റവും കുറഞ്ഞ തണുപ്പ് അനുഭവപ്പെട്ട ശൈത്യകാലമാണ് ഇത്തവണ കാലാവസ്ഥ കടന്നുപോയത്. സംസ്ഥാനത്തടക്കം നഗരപ്രദേശങ്ങളിലെല്ലാം രാത്രി സമയങ്ങളിൽ പോലും കാര്യമായ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നില്ല. ഗ്രാമങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് കഠിനമായിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കാരണം അന്തരീക്ഷ ഊഷ്മാവ് പതിയെ ഉയരുന്ന സാഹചര്യത്തിൽ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ കരുതൽ വേണം. പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചന.